തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുകയാണ്. CPI അവരുടെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനെ രംഗത്തിറക്കിയിരിക്കുന്നു. കോൺഗ്രസ്സിന് മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ല ശശി തരൂർ അല്ലാതെ. സ്ഥാനാർത്ഥി മോഹികൾ ഒരുപാടുണ്ട്. BJP പേരിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖറെ നിർത്തിയിരിക്കുന്നു. ഏഷ്യാനെറ്റിൻ്റെ ചെയർമാനായ രാജീവ് ചന്ദ്രശേഖറെ. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് രാഷ്ട്രീയം അറിയുന്നവർക്ക് അറിയാം. ശശി തരൂർ ഈസിയായി ജയിച്ചു പോകുമെന്ന് പൊതുവെയുള്ള വിശ്വാസം. പക്ഷേ ശശി തരൂരിനെ അട്ടിമറിക്കാൻ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നിരിക്കുന്നു. ശശി തരൂരിനെ തോൽപ്പിക്കാൻ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ യോഗം ചേർന്നിരിക്കുന്നു. ശശി തരൂരിനെ എവിടെയൊക്കെ വെച്ച് അട്ടിമറിക്കണം എന്നവർ തീരുമാനിച്ചിരിക്കുന്നു. ശശി തരൂരിനൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹത്തെ കാണാൻ വലിയ പ്രയാസമാണ്. അദ്ദേഹത്തെ കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ അനുവാദമൊക്കെ വേണം. പ്രൈവറ്റ് സെക്രട്ടറി ആരാണെന്ന് പൊളിറ്റിക്സ് കേരള പറയുന്നില്ല. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്രട്ടറിയുടെ അനുവാദമൊക്കെ നേടി മാത്രമേ ശശി തരൂരിനെ കണ്ടൊരു നിവേദനം സമർപ്പിക്കാൻ പറ്റൂ. ബാക്കിയെല്ലാം ശശി തരൂർ ഒരു ഓളമാണ്. ഈ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാലിനെയൊക്കെ കാണണമെങ്കിൽ നമ്മൾ അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ കാണണം. മോഹൻലാലിനെ കാണണമെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരിനെ കാണണം. മമ്മൂട്ടിയെ കാണണമെങ്കിൽ ജോർജിനെ കാണണം. തരൂരിനെ കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കാണണം. ഇങ്ങനെ കോൺഗ്രസ്സുകാർക്കും അപ്രാപ്യനാണ് തരൂർ. അവർക്ക് തരൂരിനെ കാണണമെങ്കിൽ തരൂരിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കാണണം. മടുത്തിരിക്കുന്നു തരൂരിനെ കോൺഗ്രസ്സുകാർക്ക്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിലെ പ്രമുഖ നേതാക്കൾ യോഗം ചേർന്നിരിക്കുന്നു. യോഗം ചേർന്ന് അവർ തീരുമാനിച്ചിരിക്കുന്നു ഇനി ഇയാൾ വേണ്ട എന്ന്. തരൂർ പല പ്രാവശ്യം അഗ്നി പരീക്ഷകൾ നേരിട്ട് വന്ന നേതാവാണ്. തരൂറിൻ്റെ അഗ്നി പരീക്ഷകൾക്ക് പൊളിറ്റിക്സ് കേരള എപ്പോഴും കയ്യടി നൽകാറുണ്ട്. പ്രത്യേകിച്ചും സുനന്ദ പുഷ്കറുടെ മരണം നടന്ന ആ സമയത്ത് തരൂർ ജയിച്ചത് പൊളിറ്റിക്സ് കേരളയ്ക്ക് വലിയ ഒരു അത്ഭുതമായിരുന്നു, അഭിമാനമായിരുന്നു. തരൂർ എന്ന വിശ്വപൗരനെ കേരളം എന്നല്ല തലസ്ഥാനം സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ തരൂറിൻ്റെ കാര്യം പരുങ്ങലിലാണ്. മറുപക്ഷത്ത് പന്ന്യൻ രവീന്ദ്രന് വേണ്ടി ഇറങ്ങിക്കളിക്കുന്നു ഇടതുപക്ഷം. അവരുടെ ക്യാപ്ഷൻ തന്നെ ശ്രദ്ധേയമാണ്. ഞങ്ങൾ ഇറങ്ങുകയാണ്, നിങ്ങളുണ്ട് ഒപ്പം, നേരിനൊപ്പം നെറിക്കൊപ്പം പന്ന്യൻ രവീന്ദ്രൻ. ഇങ്ങനെയുള്ള അസാധ്യമായ ക്യാപ്ഷനുമായി ഇടതുപക്ഷം ഇറങ്ങുമ്പോൾ തരൂറിനെ അട്ടിമറിക്കാനുള്ള പാലം തേടുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ആ കോൺഗ്രസ് നേതാക്കളുടെ പേര് എന്തുകൊണ്ട് പൊളിറ്റിക്സ് കേരള വെളിപ്പെടുത്തുന്നില്ല എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങളൊരു പക്ഷേ നാളെ അത് വെളിപ്പെടുത്തിയേക്കാം. എന്തായാലും ശശി തരൂരിനെ തോൽപ്പിക്കാനുള്ള രഹസ്യ യോഗം നടന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് വമ്പൻ അട്ടിമറി തന്നെ സംഭവിക്കും. മുമ്പ് പന്ന്യൻ രവീന്ദ്രൻ നിന്നപ്പോൾ അദ്ദേഹം വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അന്ന് അദ്ദേഹത്തിന് കരുണാകരൻ്റെ ഡിക്കിൻ്റെ DICയുടെ പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും അദ്ദേഹം 80,000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ പന്ന്യന് അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന നഗ്നമായ സത്യം വിളിച്ചു പറയുകയാണ് പൊളിറ്റിക്സ് കേരള. പൊളിറ്റിക്സ് കേരള എപ്പോഴും അങ്ങനെയാണ്, സത്യം വിളിച്ചു പറയും. ശശി തരൂരേ, ഇത്തവണ നിങ്ങൾക്ക് അടുക്കും.